ബോവിക്കാനം എരിഞ്ഞിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ 3 വിദ്യാർത്ഥികൾ പുഴയിൽ മുങ്ങി മരിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30യോടെയാണ് നാടിനെ നടുക്കിയ സംഭവം. വിവരമറിഞ്ഞ് മന്ത്രിയും MLAയും അടക്കമുള്ളവർ സ്ഥലത്തെത്തി. എരിഞ്ഞിപ്പുഴയിലെ അഷ്റഫ് ഷബാന ദമ്പതികളുടെ മകനും 13-കാരനുമായ യാസിൻ, അഷ്റഫിന്റെ സഹോദരൻ മജീദിന്റെ മകനും 13-കാരനുമായ സമദ്, ഇവരുടെ സഹോദരി റംലയുടെയും സിദ്ദിഖിന്റെയും മകനും 17-കാരനുമായ റിയാസ് എന്നിവരാണ് മരിച്ചത്. അവധി ആഘോഷിക്കാനായാണ് മൂവരും എരിഞ്ഞിപ്പുഴയിലെ കുടുംബ വീട്ടിലെത്തിയതെന്നാണ് വിവരം. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30യോടെയാണ് നാടിനെ നടുക്കിയ അപകടം. പയസിരിപ്പുഴയിലെ എരിഞ്ഞിപ്പുഴ പാലത്തിന് താഴെ കുളിക്കാനിറങ്ങിയപ്പോൾ മൂവരും കയത്തിൽ അകപ്പെടുകയായിരുന്നു. പോലീസ് SIയും നീന്തൽ താരവുമായ സൈഫുദ്ദീന്റെ നേതൃത്വത്തിൽ സ്കൂബ ടീമും കുറ്റിക്കോലിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും സംയുക്തമായി നടത്തിയ തിരച്ചിലിലാണ് 3 പേരുടെയും മൃതദേഹം കണ്ടെത്തിയത്. അപകടത്തിൽപ്പെട്ട ഉടൻ തന്നെ റിയാസിനെ പുറത്തെടുത്ത് ചെറുക്കളയിലെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മറ്റ് 2 കുട്ടികളുടെയും മൃതദേഹങ്ങൾ പിന്നീട് കണ്ടെത്തുകയായിരുന്നു. ദുരന്തവാർത്തയറിഞ്ഞ് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നിരവധി പേർ സംഭവസ്ഥലത്തേക്ക് ഒഴുകിയെത്തി. കാസർകോട്ടുണ്ടായിരുന്ന മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും സംഭവസ്ഥലം സന്ദർശിച്ചു. ഇവരെ കൂടാതെ മണ്ഡലം MLA അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, കാറടക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മാത്യു, ബേർഡടുക്ക പഞ്ചായത്ത് പ്രസിഡന്റ് M ധന്യ, മുളിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് PV മിനി തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു. ഇവരെല്ലാവരും മരിച്ച കുട്ടികളുടെ വീടുകൾ സന്ദർശിച്ച് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. കുട്ടികളുടെ അകാല വിയോഗം കുടുംബാംഗങ്ങളെ മാത്രമല്ല അറിഞ്ഞവരെയെല്ലാം ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തി. സംഭവത്തോടെ പ്രദേശമാകെ ശോകമൂകമായ അവസ്ഥയിലാണ്. ന്യൂസ് ബ്യൂറോ, കുറ്റിക്കോൽ.